ഏതെല്ലാം പ്രതിബന്ധങ്ങൾ മനുഷ്യ ജീവിതത്തിൽ വന്നാലും നാം ദൈവത്തിൻ്റെ കരങ്ങളിലാണ് എന്നുള്ള ഉറപ്പും ധൈര്യവുമാണ് ഒരു ദൈവവൈതന് മുന്നോട്ട് ജീവിപ്പാനുള്ള കൃപ പകരുന്നത്. ഇന്ന് 91 സങ്കീർത്തനത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു വചനമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. അതിന്റെ 12ാമത്തെ വാക്യം, നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. നമ്മെ ഓരോരുത്തവരെയും ദൈവം വഹിക്കുമെന്നാണ് ഈ വചനത്തിനകത്തുനിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. പ്രവാചകനായ യെശയ്യാവ് പ്രവചിക്കുമ്പോൾ എഴുതി വെച്ചു, നിന്നെ എൻ്റെ ദൈവം ഉള്ളം കൈയിൽ വരച്ചിരിക്കുന്നു. നീ മുന്നോട്ട് പോകുമ്പോൾ നിനക്ക് മുമ്പിൽ പല ഇടർച്ചക്കല്ലുകളും തടങ്കൽ പാറകളും മുമ്പിൽ വെളിപ്പെടും. പലരും അതിൽ തട്ടി നിലംപരിചായി അവരുടെ ലൈഫ് ഇല്ലായ്മപ്പെട്ടു പോയപ്പോൾ ദൈവം പറയാണ്, നിന്റെ കാല് ഒരു ചെറിയ കല്ലിൽ പോലും തട്ടാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കാരണം അങ്ങനെയാണ് ദൈവം നിന്നെ കൊണ്ടുപോകാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫിനെ ഒന്ന് തിരിഞ്ഞു നോക്കി. തകർന്നു പോകേണ്ട എത്രയോ സാഹചര്യങ്ങൾ കൺമുമ്പിൽ വന്നപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളിലൂടെ, ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ നിന്നെ പരിശുദ്ധാത്മാവ് വഴി നടത്തിയില്ലേ? കണ്ണിൽ കൊള്ളേണ്ടത് പുരിയത്ത് കൊണ്ട് മാറുന്നത് പോലെ എത്രയെത്ര അനർത്ഥങ്ങൾ നിന്റെ കൺമുമ്പിൽ നിന്ന് ഒഴിഞ്ഞുപോയി. ഈ കഴിഞ്ഞ ദിവസം ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു, തന്റെ വാഹനം കൊണ്ടൊരു വൃക്ഷത്തിന് ചുവട്ടിൽ പാർക്ക് ചെയ്തിട്ട് താൻ വീട്ടിലോട്ട് കയറുകയാണ്. വീട്ടിലോട്ട് കയറുന്ന സമയത്ത് തന്നോട് ആരോ സംസാരിക്കുകയാണ്, ആ വാഹനം അവിടുന്ന് മാറ്റിയിടണം. പുള്ളി പെട്ടെന്ന് പുറകോട്ട് വന്ന് തന്റെ കയ്യിരുന്ന സാധനം എല്ലാം അവിടെ വെച്ചിട്ട് ആ വാഹനം അവിടുന്ന് മാറ്റി അപ്പുറത്തേക്ക് ആ വാഹനം പാർക്ക് ചെയ്തു. ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഒരു വലിയ ശബ്ദം കേട്ടപ്പോൾ ആ വലിയ വമ്പൻ വൃക്ഷം ആ വണ്ടി നിന്നടത്ത് ഒടിഞ്ഞു വീഴുവാനിടയായി. അദ്ദേഹം പറഞ്ഞു, ഒരു 5 മിനിറ്റ് മുമ്പേ ആയിരുന്നെങ്കിൽ എനിക്ക് തന്ന വില കൂടിയ വാഹനം ഒന്നിനും കൊള്ളാത്ത വാഹനമായി പോയി. ഓർത്തു നോക്കിയേ, എത്രയെത്ര പ്രതിബന്ധങ്ങൾ നിനക്കും എനിക്കും വരേണ്ടതാണ്. അതെല്ലാം തട്ടിമാറി പോകുമ്പോൾ ഓർത്തോണം, ഏതോ ഒരു കരം നിന്റെ കൂടെ ഉണ്ട്. നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചു. നാം ദൈവത്തിന്റെ കയ്യിലാണെന്നുള്ള ഉറപ്പ് നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. കണ്ണുകളെ അടച്ചു പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമെങ്കിലും അവയെല്ലായിടത്തും യഹോവ അവനെ വിടിവെക്കുമെന്ന വചനം ഞങ്ങൾ ഓർക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമം ചൊല്ലി അവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദൈവത്തിന്റെ കയ്യിലാന്നുള്ള ഉറപ്പും ധൈര്യത്തോടും ജീവിപ്പാൻ കൃപ തരണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിശ്ചയമായി ദൈവം നിന്നെ കൈകളിൽ വഹിക്കും. ഗോഡ് ബ്ലസ് യു.